കല്യാണത്തിന് ശേഷം കേട്ടോ കുക്കിംഗ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പുതിയൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ നമുക്കൊരു പരിഗണന തന്നില്ല എന്ന് പറയുമ്പോൾ ടു ബാഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ആ സമയത്താണ് ഞാൻ വിചാരിക്കുന്നത് കുക്കിംഗ് പഠിക്കണം. ആ സമയത്ത് ഇതുപോലെ നമുക്ക് യൂട്യൂബ് അത്ര ആക്റ്റീവായിട്ടില്ല, അതായത് നമ്മളൊന്നും അത്ര ഇൻ്റർനെറ്റ് ഇത്ര ഫാസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഗൂഗിളിൽ നിന്നാണ് റെസിപ്പീസ് കണ്ടുപിടിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതേപോലെ കുക്കിംഗ് റെസിപ്പീസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ കൂടുതൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടാണ് റെസിപ്പീസൊക്കെ എടുക്കണതും പഠിക്കണതും. പിന്നെ യൂട്യൂബിൽ നമുക്ക് ഇത്രയും നെറ്റ് ഇത്ര ഫാസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് ഓപ്പൺ ആയി കിട്ടില്ല, ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് കുക്കിംഗ് പഠിക്കുന്നത്. ആ സമയത്ത് നിന്ന് ഇപ്പം നോക്കുമ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയ പാലപ്പമാണ്. സാധാരണ ഞാൻ കടയിൽ നിന്നാണ് പാക്കറ്റ് വാങ്ങാറ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഒന്നും അറിയാത്ത ഒരു ലെവലിൽ നിന്ന് നമ്മൾ നമ്മളുടേതായ രീതിക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ഔട്ട്കം കിട്ടുമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഫീൽസ് ഗുഡ്.